ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ട്രാക്ക് ആൻഡ് ട്രിക്സ്. ഇന്ന് നമ്മൾ പ്രിസിഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സോ വാട്ട് ഈസ് പ്രിസിഷൻ? Precision means how close your repeated measurements are to each other. In short, it tells us how consistent your readings are. Precision എന്ന് പറഞ്ഞാൽ ഹൗ ക്ലോസ് യുവർ റിപ്പീറ്റഡ് മെഷർമെൻറ്റ്സ്. നമ്മളൊരു മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ആ കിട്ടിയ ഓരോ മെഷർമെൻറ്റും ക്ലോസ് ആണോ, എത്ര ക്ലോസ് ആണ്, മൂന്നും കൺസിസ്റ്റൻ്റ് ആയി ക്ലോസ് ആയി റിപ്പീറ്റേഷൻ വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രിസിഷൻ എന്ന് പറയുക. അപ്പം ഈ പ്രിസൈസ്ഡ് മെഷർമെൻറ്റ് കിട്ടിയാൽ അതിനർത്ഥം എന്താ, നമ്മളെ റീഡിംഗ് എല്ലാം കൺസിസ്റ്റൻ്റ് ആണെന്നാണ് അതിന് അർത്ഥം. ഓക്കെ, സോ അതിന് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ, ഇഫ് യു മെഷർ എ വാല്യൂ 3 times ആൻഡ് ഗെറ്റ്, നമ്മൾ 3 തവണ വാല്യൂസ് എടുക്കുന്നത് മെഷർ ചെയ്യുന്നത്. ഇപ്പം 3 തവണ കിട്ടിയ 3 വാല്യൂസ് 9.81, 9.80 ആൻഡ് 9.82. ദേ ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ. അപ്പം നമുക്ക് 3 തവണ മെഷർമെൻറ്റ് എടുത്തപ്പം കിട്ടിയ 3 വാല്യൂസ് 9.81, 9.80, 9.82 ആണ്. അപ്പോൾ ഇത് ഈ 3 വാല്യൂ എന്താണ്? ഇത് ക്ലോസ് ടു ഈച്ച് അതർ ആണ്, അടുത്താണ്. അതുകൊണ്ട് എന്താണെന്ന് പറയാം, നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്, നമ്മൾ യൂസ് ചെയ്ത ഇൻസ്ട്രുമെൻറ്റ്, ദാറ്റ് മീൻസ് ഇൻസ്ട്രുമെൻറ്റ് ഇസ് പ്രിസൈസ്. ഇൻസ്ട്രുമെൻറ്റ് പ്രിസൈസ് ആണെന്ന് പറയാം. പ്രിസിഷൻ നോട്ട് ഈക്വൽ ടു അക്യുറസി. യു ക്യാൻ ബി പ്രിസൈസ് ബട്ട് നോട്ട് അക്യുറേറ്റ്. പ്രിസിഷനും അക്യുറസിയും ഒന്നല്ല. നമ്മൾ അക്യുറസിനെ കുറിച്ചൊരു വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തതാണ്. കാണാത്തവർ അത് ചാനലിൽ ചെക്ക് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പ്രിസിഷൻ അക്യുറസി ഒരേപോലെയല്ല. അക്യുറസി എന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്താണ് ഡെഫിനിഷൻ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പ്രിസിഷൻ നോട്ട് ഈക്വൽ ടു അക്യുറസി. യു ക്യാൻ ബി പ്രിസൈസ് ബട്ട് നോട്ട് അക്യുറേറ്റ്. നമുക്ക് പ്രിസൈസ് ആവാം, പക്ഷേ അക്യുറേറ്റ് ആവാൻ പറ്റില്ല. ഓക്കെ, let's say the true value is 10, but your readings are 8.9, 8.8 and 8.9. അപ്പോൾ നമ്മൾ ഒരു വാല്യൂ എടുക്കുമെന്ന് റീഡ് ചെയ്യുമെന്ന്, അപ്പം ശരിക്കുള്ള ട്രൂ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. ബട്ട് റീഡിങ്സ് കിട്ടിയത് 8.8, 8.9 അതൊക്കെയാണ് കിട്ടിയത്. 8.8, 8.9 10 അടുത്താണ്. ദേ ആർ ക്ലോസ് ടു ഈച്ച് അതർ. 8.8ഉം 8.9ഉം ലൈക്ക് 8.8 ആണ് 8.9. അപ്പോൾ അത് ക്ലോസ് ആണ്. ബട്ട് ഫാർ ഫ്രം 10 ആണ് ട്രൂ വാല്യൂ, പക്ഷേ 10നേക്കാൾ ദൂരെയാണ്. അപ്പോൾ ഈ 8.8ഉം 8.9 ഒക്കെ പ്രിസൈസ് വാല്യൂസ് ആണ്, ബട്ട് അക്യുറേറ്റ് അല്ല. കാരണം എന്താണ്, ട്രൂ വാല്യൂ ആയ 10ൽ നിന്നും ദൂരെയാണ്. സോ ടൈപ്സ് ഓഫ് എറേഴ്സ് ദാറ്റ് എഫക്റ്റ് പ്രിസിഷൻ. പ്രിസിഷനെ എഫക്റ്റ് ചെയ്യുന്ന എറേഴ്സ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഇൻസ്ട്രുമെൻ്റൽ ഡിഫക്ട്സ്. ഇൻസ്ട്രുമെൻറ്റിൻ്റെ പഴക്കനുസരിച്ചിട്ട് മെഷർമെൻറ്റിന് എറർ വരാം. ടെമ്പറേച്ചർ വൈബ്രേഷൻ അല്ലെങ്കിൽ ടെമ്പറേച്ചർ വ്യത്യാസം കൊണ്ട് എറർ വരാം. ഹ്യൂമൻ മിസ്റ്റേക്ക്, നമ്മൾ ചെയ്യുമ്പോൾ വരുന്ന മിസ്റ്റേക്ക് കൊണ്ട് വരാം. പുവർ കാലിബ്രേഷൻ കൊണ്ട് വരാം. ഇനി വൈ ഈസ് പ്രിസിഷൻ ഇമ്പോർട്ടൻറ്റ്? പ്രിസിഷൻ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ്? ഇൻ എഞ്ചിനീയറിംഗ് വി നീഡ് റിസൾട്ട്സ് ദാറ്റ് ആർ റിപ്പീറ്റബിൾ ആൻഡ് റിലയബിൾ. എഞ്ചിനീയറിംഗിൽ എന്താണ്, കിട്ടുന്ന റിസൾട്ട് റിപ്പീറ്റബിൾ ആവണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം. സോ ഈവൻ ഇഫ് യു ആർ എ ലിറ്റിൽ ഓഫ് ഫ്രം ദി ആക്ച്വൽ വാല്യൂ, യുവർ റിസൾട്ട് മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് ബി കൺസിസ്റ്റൻറ്റ്. ഇപ്പം നമുക്ക് കിട്ടിയ വാല്യൂ ലിറ്റിൽ ഓഫ്, അതായത് ട്രൂ വാല്യൂ അടുത്തല്ലെങ്കിലും ഈ കിട്ടുന്ന വാല്യൂസൊക്കെ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, റിപ്പീറ്റേഷൻ വരണം. സോ ഇൻ കൺക്ലൂഷൻ, പ്രിസിഷൻ ഈക്വൽ ടു റിപ്പീറ്റബിലിറ്റി. പ്രിസിഷൻ എന്ന് പറയുന്നത് റിപ്പീറ്റബിലിറ്റിയാണ്. പ്രിസിഷൻ നോട്ട് ഈക്വൽ ടു അക്യുറസി. പ്രിസിഷൻ അക്യുറസി ഈക്വൽ അല്ല, ബട്ട് പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റിപ്പീറ്റബിലിറ്റിയാണ്. പ്രിസിഷൻ ഈക്വൽ ടു റിപ്പീറ്റബിലിറ്റി. അക്യുറസി എന്ന് പറഞ്ഞാൽ എന്താണ്, അക്യുറസി ഈക്വൽ ടു ക്ലോസ്നെസ് ടു ട്രൂ വാല്യൂ. ട്രൂ വാല്യൂവിന് അടുത്ത് വരുന്നതാണ് അക്യുറസി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രിസിഷൻ നോട്ട് ഈക്വൽ ടു അക്യുറസി. ബോത്ത് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ മെഷർമെൻറ്റ്. രണ്ടും മെഷർമെൻറ്റിന് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രിസിഷൻ്റെ നോട്ട് PDF ആയിട്ട് കമൻറ്റ് സെക്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്യുക. ഓക്കെ, so that's all. Don't forget to like and subscribe. Thank you.